ഓമനക്കുട്ടനോട് ഈ പടി കയറരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണല്ലോ ഓമനക്കുട്ടനും ഇവിടുത്തെ കൊച്ചുമായിട്ടുള്ള വിവാഹം നടക്കാതെ പോയത്. ഇപ്പൊ പിന്നെ ആ തെറ്റിദ്ധാരണയൊക്കെ മാറിയ സ്ഥിതിക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചൂടെ? നിങ്ങൾ എന്നാണ് കല്യാണ പ്രകാരം മാറിയത്? അതാ ഞങ്ങളുടെ തറവാട്ടിലെ പെൺകുട്ടികൾക്ക് വരന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ തറുതലയെ പറയും ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മേ, എന്താ വിളിച്ചത്? അമ്മയെന്നോ? അമ്മ എന്ന വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്. അത് ചെറിയ അവസരങ്ങളിൽ ഉപയോഗിക്കാനുള്ളതല്ല, ചെറിയ മനുഷ്യർക്കും. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഇതുവരെ ആരെയും അമ്മയെന്ന് വിളിച്ചിട്ടില്ല. പക്ഷേ എനിക്കിവിടെ അമ്മയെന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ. അല്ല നാട്ടുവിനെ, സംഗതിയുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ കാര്യം ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്താ മെമ്പറുടെ അഭിപ്രായം? എനിക്കും ആ അഭിപ്രായത്തോട് യോജിപ്പാണ്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് മാത്രമല്ല, ഓമനക്കുട്ടൻ ഒരു നല്ല ചെറുപ്പക്കാരനാ. അവൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറുന്നത് നമുക്ക് തന്നെ ഒരു നല്ല ഐശ്വര്യമാണ്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നാത്തൂന്റെ ഇഷ്ടം. ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. മഹേശ്വരി പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ എനിക്ക് അല്പം കൂടി ആലോചിച്ചേ പറ്റൂ. ഓമനക്കുട്ടന് എന്റെ മകളെ ഇഷ്ടമാണെങ്കിൽ അത് ഓമനക്കുട്ടൻ പറയണം. അത് പറയാൻ ഈ അധികപ്പറ്റ് വരേണ്ട ആവശ്യം എന്താ? ആ ഒരു മുൻവിധി, അതെ, അങ്ങനെ ചിന്തിക്കുന്ന എപ്പോഴും ബുദ്ധിയാ. ഈ വിവാഹം നടത്തിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അധികപ്പറ്റുമായിട്ടുള്ള എല്ലാ ബന്ധവും ഓമനക്കുട്ടൻ ഉപേക്ഷിക്കണം. ഇപ്പോഴത്തെ ഈ ബന്ധം തുടർന്നു പോയാൽ നാളെ കല്യാണം കഴിഞ്ഞാലും ഈ ബാധ ഒഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണത്തിന്റെ ഒരു ചടങ്ങിലും ഞാൻ അവനെ സഹകരിപ്പിക്കില്ല. അതിന് നിങ്ങൾ സഹകരിപ്പിച്ചില്ലെങ്കിൽ അവനെ ഇടിച്ചു കയറിക്കോളും. വിഷമിക്കണ്ട, എനിക്ക് വിട്ടുന്നാ മതി. കല്യാണത്തിന് 4 അയലത്തെങ്ങാനും അവനെ കണ്ടാൽ ജോണി സൂക്ഷിച്ചോ. ഗുഡ് മോർണിംഗ് ആരാച്ച. ഗുഡ് ഈവനിങ് ബിജി. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേന്ന്. എന്തായാലും കവിതയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന്. എന്നോട്? യെസ്. വരൂ. ഓമനക്കുട്ട, ഞാൻ വന്നത് നിങ്ങളുടെ കല്യാണം നടത്തി തരാനാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 10 ദിവസത്തിനകം നിങ്ങളുടെ വിവാഹം നടക്കാൻ പോവാണ്. ഇനിയിപ്പോ ഇവിടെ സഹകരിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെയാണ്. അല്ല, അച്ഛനും അമ്മയും വരട്ടെ, അതിന് മാറി താമസിക്കേണ്ട കാര്യം? എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേർ സഹകരിക്കേണ്ട കല്യാണമാണ്. പലരും എന്നെപ്പറ്റി അന്വേഷിക്കും. ഉത്തരം പറയാൻ നിങ്ങൾ ബുദ്ധിമുട്ടും. കാരണം ഞാൻ ആരാണെന്ന് നിങ്ങൾക്കും അറിയില്ലല്ലോ. അതങ്ങ് പറയരുതോ എന്നോടെങ്കിലും? വരട്ടെ. പക്ഷേ രാത്രിയിൽ ഇങ്ങനെ ഒന്നും പറയാതെ ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നും പറയാതെയല്ലേ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത്? ഒരിക്കലെല്ലാം വിശദീകരിച്ചു പറയുന്നതിന് വേണ്ടി ഇപ്പൊ നമുക്കൊന്നും പറയാതെ പിരിയാം. क्या हुआ ये पीछे? എന്തിനാ കരയുന്നത്?
മക്രോണി മക്രോണി എന്തിനാ നമ്മുടെ ചേച്ചി കരയുന്നേ? അറിഞ്ഞൂടാ. ദേ സത്യം പറഞ്ഞാൽ ഇതിനകത്തൊരു സമ്മാനമുണ്ട്, ചേട്ടൻ തരും. എന്തിനാ കരയുന്നേ? എനിക്ക് അറിഞ്ഞൂടാ. ഡേ എന്തിനാ ചേച്ചി കരയുന്നേ? ഈനാം ചേച്ചിന്ന് വിളിച്ചിട്ട്. ആര് വിളിച്ചു? ഇവിടെ ഇരിക്കുന്ന എല്ലാരും വിളിച്ചു, ഞാനും വിളിച്ചു. അവര് കൊച്ചു പിള്ളേരല്ലേ, അവര് വല്ലതും വിളിക്കുന്ന കേട്ട് താനിങ്ങനെ കരയാൻ തുടങ്ങിയാൽ ഒരു കാര്യം ചെയ്യാം. മേലാൽ താൻ എന്നെ ആരാച്ചാരെന്ന് വിളിക്കരുത്. അല്ല, എന്നെ അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടായിട്ടല്ല. അങ്ങനെ വിളിക്കുമ്പം എനിക്ക് തിരിച്ച് ഈനാൻ പേച്ചെന്ന് വിളിക്കേണ്ടി വരും. താൻ ഈനാൻ പേച്ചൊന്നുമല്ല, താൻ നല്ല കൊച്ചു മിടുക്കി പെണ്ണല്ലേ. ആ, ഞാൻ വന്നത് ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് മക്രോണിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോവാ. കൂടുന്നോ?